ഞാനൊരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ആദ്യത്തെ ജോലി. അവിടുന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ട്. 17 വയസ്സുകാരൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഈ 30 വർഷത്തെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും അധികം മനസ്സിലായൊരു കാര്യം, നല്ല ഭക്ഷണമാണ് മനുഷ്യരെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു പ്ലഷറായിട്ടാണ് തോന്നിയത്. ആളുകൾക്ക് കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫീഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹാപ്പിനെസ്. അത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഉദാഹരണം വീടുകളിലൊക്കെ അമ്മമാരെന്നൊക്കെ പറയുന്നത് തന്നെ ഈ ഉലുവയോ മല്ലിയോ ഇതൊന്നും ജീവിതത്തിൽ ഉപയോഗിക്കുകയോ ടേസ്റ്റ് ചെയ്യാത്ത ആൾക്കാരെ ടേസ്റ്റ് ചെയ്തിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് അവർ നല്ല മീൻകറിയൊക്കെ ഉണ്ടാക്കി എനിക്ക് തന്നിട്ടുണ്ട്. ഒരു കുശിനിപ്പണിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു താഴേക്കിടയുള്ള മനുഷ്യനാണ്. അടുക്കള എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു കേന്ദ്രം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ചെറുപ്പം മുതലേ നമ്മളിലൊക്കെ ഉള്ളത്. പലതരം പേരിലാണ് ദേണക്കാരൻ, കുശിനിക്കാരൻ, പണ്ടാരി, അങ്ങനെ പല പല വിളിപ്പേരിലാണ് ഇവർ അറിയപ്പെടുക. ഒരിക്കലും അതൊരു നല്ല ജോലി എന്ന നിലയിൽ ചെറുപ്പത്തിൽ ഞാൻ ചെറിയ ചെറിയ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലും കല്യാണപ്പരയിലൊക്കെ പോയി വിളമ്പാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നു കുഞ്ഞുനാൾ മുതൽ പോകുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഞാൻ പോയി ചോദിച്ചു, സാറേ എനിക്കൊരു ജോലി. അപ്പം അവിടെ ജോലിയൊന്നും ഇല്ല. പുള്ളി നോക്കുമ്പോൾ ഒരു ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഉറക്കമുളച്ചൊരു ചെക്കൻ വന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡിനെ കേരളത്തിൽ കൊണ്ടുവന്നത്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ്. വൺ സ്റ്റോറി തുടരുകയാണ്. ഇത്തവണ നമുക്കിപ്പം ഉള്ളത് ഷെഫ് പിള്ളയാണ്. പിള്ള എന്ന് പറയുമ്പോൾ മലയാളത്തിൻ്റെ രുചിയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത, അല്ലെങ്കിൽ ലോകത്തോളം അതിൻ്റെ ഒരു സന്ദേശം എത്തിക്കുന്നതിൽ വലിയ റോൾ വഹിച്ചൊരു വ്യക്തി കൂടിയാണ് ഷെഫ് പിള്ള. സ്വാഗതം വൺ സ്റ്റോറിയിലേക്ക്. നമസ്കാരം. ഫുഡാണ് മനുഷ്യനിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം എന്നൊക്കെ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. അതെൻ്റെ ഈ 30 വർഷത്തെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും അധികം മനസ്സിലായൊരു കാര്യം, നല്ല ഭക്ഷണമാണ് മനുഷ്യരെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു പ്ലഷറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു വില കൂടിയ കാറ് വാങ്ങിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാഡ്ഗറ്റ് അല്ലെങ്കിൽ വലിയ ബ്രാൻഡഡ് വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചാൽ കുറച്ച് നാളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ളൊരു കമ്പവും വേറെ എന്തെങ്കിലിനോടൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് ആളുകളെ ഇങ്ങനെ ഓരോ നേരവും ഹാപ്പി ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് സാധാരണ മനുഷ്യരും ശതകോടീശ്വരന്മാരോ അല്ലെങ്കിൽ ഇനി സെലിബ്രിറ്റിയോ ഇവർക്കെല്ലാവർക്കും ഒറ്റ ഭാവമാണ് അതിന്. അപ്പോൾ നേരത്തെ ഒക്കെ പറയാറുണ്ട് അരച്ചാണ് വയറിൻ്റെതാണ് പ്രശ്നം. അരച്ചാണ് വയറിലൂടെ തന്നെയാണ് ഈ പറയുന്ന ഒരു വലിയൊരു സാമ്രാജ്യവും നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് ഫുഡിൻ്റെ. തീർച്ചയായിട്ടും ഭക്ഷണം കൊടുക്കുക. അപ്പോൾ എനിക്കൊരു പേഴ്സണലി അതൊരു ഭയങ്കര ഹാപ്പിനെസ്. ഇപ്പോൾ ഒരു കുറേ വർഷം ജോലി ചെയ്തു, പല പല കിച്ചണിൽ, പല പല രാജ്യങ്ങളിൽ, പല വിഖ്യാതമായ റെസ്റ്റോറൻറ്റുകളിൽ നല്ല ഗ്രേറ്റ് ഷെഫിൻ്റെ കൂടെ ഒക്കെ പണിയെടുക്കാനുള്ളൊരു അനുഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനമൊക്കെ നടത്തി, അല്ല ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ആളുകൾക്ക് കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫീഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹാപ്പിനെസ്. അത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉദാഹരണം വീടുകളിലൊക്കെ അമ്മമാരെന്നൊക്കെ പറയുന്നത് തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ ആരൊക്കെയാണോ ഭക്ഷണം പാകം ചെയ്യുന്നത് അവരൊക്കെ ഈ ഒരു ഫീലിംഗ് അല്ലെ ഈ ഒരു ഹാപ്പിനെസ് കിട്ടുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർക്കിടെ ഏറ്റവും ബെസ്റ്റാണ് ഒരു പല രുചിയില്ലാത്ത കുറേ സാധനങ്ങളാണ് ഈ മൾട്ടിപ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ ഒരുമിച്ചൊരു സാധനമാക്കി രുചികരമാക്കി ഒരാൾക്ക് ഫീഡ് ചെയ്തത് കഴിക്കുമ്പോൾ അവർക്കൊരു ഭയങ്കര ഹാപ്പി ആവുമല്ലോ. അപ്പോൾ ആ ഹാപ്പിനെസ്സാണ് നമ്മളെ മുന്നോട്ടിങ്ങനെ നയിക്കുന്നത്. ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണോ? കൈപ്പുണ്യം അതിനെനിക്ക് ഒരു രീതിയുണ്ട്. കുറേ നാളത്തെ നമ്മളെല്ലാം കേട്ടിട്ടുള്ളൊരു കാര്യമാണ് നല്ല കൈപ്പുണ്യമുള്ള ഒരാൾ. കൈപ്പുണ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് ആക്ച്വലി ഒരു പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മളിതൊക്കെ പറയും, ഓ എൻ്റെ മുത്തശ്ശി നല്ല കൈപ്പുണ്യമാണ്, അല്ല ഇന്ന ആൾക്ക് ഭയങ്കര കൈപ്പുണ്യമാണെന്നൊക്കെ പറഞ്ഞാൽ അവരത് പ്രാക്ടീസ് ചെയ്ത് അവരതിനോടുള്ള അഭിനിവേശം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു സ്കിൽ സെറ്റാണ്. ഒരു പരിചയമില്ലാത്ത, അല്ല ഒരിക്കൽ പോലും കുക്ക് ചെയ്യാത്ത ആൾ, അല്ലെങ്കിൽ അവർ പോലും വിചാരിച്ചാൽ ഈ കൈപ്പുണ്യം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ചില ആൾക്കാർ ഭയങ്കര എൻ്റെ അമ്മ ഭയങ്കര കൈപ്പുണ്യമുള്ള, അതുകൊണ്ട് എന്തുണ്ടെങ്കിലും അമ്മ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങ് എക്സ്ക്യൂസ് കൊടുക്കുന്നതാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഈ ഇംഗ്ലണ്ടിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റ് പല രാജ്യങ്ങളിലുള്ള പല ആൾക്കാരും വരും പല ജോലിക്കായിട്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ട്രെയിൻ ചെയ്യും. ഒരിക്കൽ പോലും കുടംപുളി എന്താണെന്ന് കാണാത്ത ഒരാൾ, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഈ ഉലുവയോ മല്ലിയോ ഇതൊന്നും ജീവിതത്തിൽ ഉപയോഗിക്കുകയോ ടേസ്റ്റ് ചെയ്യാത്ത ആൾക്കാരെ ടേസ്റ്റ് ചെയ്തിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് അവർ നല്ല മീൻകറിയൊക്കെ ഉണ്ടാക്കി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൈപ്പുണ്യമല്ലല്ലോ. അവരെന്താ ചെയ്തത്, ആ പ്രോസസ്സ് കറക്റ്റാക്കി അതിനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് 4-5 തവണ ഉണ്ടാക്കി കഴിഞ്ഞപ്പം അതിൻ്റെ സയൻസോ അല്ലെങ്കിൽ എൻ്റെ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കി അത് ചെയ്യാനുള്ളൊരു ഒരു രീതിയിൽ ചെയ്യുമ്പം ദ ബെസ്റ്റ് ഫുഡാവും.
അപ്പോൾ അതുകൊണ്ട് കൈപ്പുണ്യം ഏതൊരാൾക്കും നേടിയെടുക്കാം. അതിനോടുള്ളിൽ എനിക്കിത് കുക്ക് ചെയ്യണം. പലരും ഈ കുക്ക് ചെയ്യുമ്പം ഷോർട്ട് കട്ട് ചെയ്യും. സമയം ഇപ്പോൾ ഒരു റോസ്റ്റ് ചെയ്യേണ്ട ഒരു ഭക്ഷണമുണ്ട്, സ്ലോ ആയിട്ട് കുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് സ്ലോ ആയിട്ട് തന്നെ ചെയ്താലാണ് അതിൻ്റെ പെർഫെക്റ്റ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ആ രീതിയിൽ അതിനകത്ത് നമ്മളൊരു ഷോർട്ട് കട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഈ കൈപ്പുണ്യം ഇല്ലാത്ത ഫുഡായിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ തേങ്ങ വറുത്തരച്ചൊരു കറി വെക്കണമെങ്കിൽ അത് തേങ്ങ ചെറുതായിട്ട് തിരിങ്ങി എടുത്ത് ചെറിയ ചൂടിൽ മൂപ്പിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് മൂക്കും ഒരു സൈഡിൽ മൂക്കില്ല, അപ്പോൾ അതിൻ്റെ രുചി കൃത്യമല്ല. അപ്പോൾ അത് പക്ഷേ അതിന് ക്ഷമയോടുകൂടി നിന്നൊരു 20 മിനിറ്റ് ഒരിടത്തും മാറാണ്ട് മൊബൈൽ പോലും നോക്കാണ്ട് തുടരെ ഇളക്കി ചെറിയ ചൂടിൽ അത് ഇളക്കി അതിന് ചൂട് തട്ടി കറക്റ്റായിട്ട് അത് അരച്ച് കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ രുചി വരും. അപ്പോൾ അത് നമുക്ക് വളരെ വേഗത്തിൽ ടെൻഷൻ അടിച്ച് പടപടാന്ന് പറഞ്ഞ് നടുക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പോവും. അപ്പോൾ കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു പ്രാക്ടീസാണ്. പക്ഷെ അത് 1, 2, 3 പേർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇത്രയും സമയമൊക്കെ എടുത്ത് എത്ര സൂക്ഷ്മതയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കൂടുതൽ പേരിലേക്ക് ഒരു സെർവ് ചെയ്യേണ്ടി വരുന്ന ഘട്ടത്തിൽ അത്ര സമയമൊക്കെ വേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതൊരു പ്രൊഫഷണലായിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് കുക്ക് ചെയ്യുന്ന ഒരു വലിയൊരു സിസ്റ്റം എന്ന് പറയുന്നത് കൃത്യ ഒരു പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കിയാൽ, ഇപ്പോൾ 1,00,000 പേർക്കൊക്കെയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന, ഇപ്പോൾ അതൊക്കെ AI ടെക്നോളജിയും റോബോട്ടുകളൊക്കെ വന്നു തുടങ്ങി. അല്ലെങ്കിൽ പോലും ഇപ്പോൾ അതൊരു ഗ്രൂപ്പ് വലിയൊരു ലാർജ് ബാങ്കറ്റൊക്കെ ചെയ്യുമ്പോൾ അത് കൃത്യം ഒരു SOP. 1000 പേരുടെ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുന്ന വേറൊരു കാര്യവും വീട്ടിലൊരു 10 പേരുടെ ബിരിയാണി ഉണ്ടാക്കുന്നത് രണ്ടും രണ്ട് രീതിയാണ്. അപ്പോൾ അത് ആ രീതിയും മെത്തേഡും അതിൻ്റെ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് പാലിക്കപ്പെട്ടാൽ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഭക്ഷണത്തിൻ്റെ വിഭവങ്ങൾ മാത്രമല്ല, അതിലൊരു എസ്തെറ്റിക് ഉണ്ട്, അതിൽ ഈ മനസ്സുകളോട് സംവദിക്കുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ തന്നെ അല്ലേ ഇത് മുന്നോട്ട് പോകുന്നത്? 100%. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇഷ്ടം എന്താണ്? ഞാൻ ഉണ്ടാക്കുന്നൊരു ഭക്ഷണം വേറൊരാൾ കഴിക്കുമ്പോൾ സന്തോഷിക്കണം. അതൊരു പൊതു തത്വം. അതാണ് ഒരു മിനിമം ഒരു സംഭവം. അപ്പോൾ അത് മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ആ ഭക്ഷണം അത് അത് ആ ഒരു സന്ദേശം കൈമാറും. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ അമ്മമാരുടെ ഭക്ഷണത്തോട് ഇത്രയും പ്രിയം. അവർ ചിലപ്പം വളരെ മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ മുന്തിയ ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു 5 സ്റ്റാർ കിച്ചണിലല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണയോ അല്ലെങ്കിൽ മുളക് മല്ലിയൊക്കെ വെച്ചിട്ട് എന്തുണ്ടാക്കി തന്നാലും നമുക്കത് വളരെ ഹാപ്പി ആയിട്ട് തോന്നുന്നത് ആ മെസ്സേജ് പാസ്സാവും ഫുഡിലൂടെ. അത് ചിലപ്പം കൊടുക്കുന്ന രീതിയിലായിരുന്നു, മോനെ വന്ന് കഴിക്കൂ എന്ന് പറയുന്ന ആ ഒരൊറ്റ ആ വാക്കിലൂടെ തന്നെ ആ ഫുഡിൻ്റെ മൊത്തം അങ്ങ് എത്തുകയാണ്. ഇത്തിരി കൂടി ഞാൻ ഒഴിച്ച് തരട്ടെ, അതൊക്കെ ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെ വിളമ്പി തരുന്ന രീതിയായിരിക്കാം. വളരെ രുചികരമായ ഭക്ഷണം മുഖമൊക്കെ കറുപ്പിച്ച് എന്നാ എടുത്ത് കഴിച്ചോ, പ്ലേറ്റ് അവിടെ ഇരിക്കുന്നത് കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐക്കൂറ നല്ല ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കി വേണേൽ പൊറോട്ടയോ അല്ലെങ്കിൽ ചോറും തോരനും മോരുകറിയൊക്കെ ആയിട്ടൊരു ടേബിളിൽ വിളമ്പുന്ന ഒരാളുടെ മുഖത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇല്ല, ഇനി അത് വളരെ ഒരു ചെറിയൊരു നെത്തോലി കറി, ഇനി അതിനകത്ത് വലിയ സംഭവമില്ല, ഒരു തക്കാളി മുളക് ഇട്ടിട്ട് പൊളിഞ്ഞ് ഇച്ചിരി തേങ്ങ അരച്ചിട്ട് ഒരു ചാറ് വെച്ചിട്ട് കുറേ ചോറിനകത്ത് വളരെ വൃത്തിയായിട്ട് ഒരു കഷ്ണം മീനോട് ഇട്ട് തരട്ടെ എന്ന് നമ്മളടുത്ത് സ്നേഹത്തോടെ ചോദിച്ചാൽ ഒരു 100 വിഭവങ്ങൾ ഇട്ട് കഴിക്കുന്ന സന്തോഷത്തോടെ നമ്മൾ കഴിച്ചു. അപ്പോൾ ആ ഒരു മെസ്സേജ് അത് ചിലപ്പം ബോഡി ലാംഗ്വേജിലാവാം, നമ്മൾ കൊടുക്കുന്ന രീതിയിലാവാം, ആ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന നമ്മളുടെ ഇതൊക്കെ അതിൻ്റെ ആ ഒരു ഗ്രാവിറ്റിയിൽ അവരുടെ കഴിക്കുന്നവരിലേക്ക് എത്തും. അത് ഈ പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവർ ഷെഫിനെ വിളിച്ചിട്ട് നേരിട്ട് തന്നെ അഭിനന്ദിക്കുന്ന കാണുന്നുണ്ട്. പക്ഷേ മലയാളി നേരത്തെ മുതൽ തന്നെ ഒരു കുശിനിപ്പണിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു താഴേക്കിടയുള്ള മനുഷ്യനാണ്, അടുക്കള എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു കേന്ദ്രം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ചെറുപ്പം മുതലേ നമ്മളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ഏറ്റവും മോശപ്പെട്ട ജോബുകളിലൊന്നാണ് കുശിനി ജോലി എന്നൊരു കൺസെപ്റ്റ്. പക്ഷേ നമ്മൾ പുറം ലോകത്തൊക്കെ വരുമ്പോഴാണ് ഒരു ഷെഫിനൊക്കെ കിട്ടുന്ന പ്രാധാന്യം, അയാളെ വിളിച്ചിട്ട് പറയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഇങ്ങനെ തോന്നിയിട്ടില്ലേ? ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമൊക്കെ നാട്ടിൽ പണിയെടുത്ത സമയത്ത് പൊതുവേ ഒരു പാചകക്കാരൻ അല്ലെങ്കിൽ പലതരം പേരിലാണ്, ദേണ്ണക്കാരൻ, കുശിനിക്കാരൻ, പണ്ടാരി, അങ്ങനെ പല പല വിളിപ്പേരിലാണ് ഇവർ അറിയപ്പെടുക. ഒരിക്കലും അതൊരു നല്ല ജോലി എന്ന നിലയിൽ മലയാളികൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് ആളുകൾക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതും ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ആളുകൾക്ക് ഷെഫ് എന്നുള്ള പേര് പോലും ഈ അടുത്താണ്. അപ്പം നമ്മുടെ ഒരു സർക്കാരിൻ്റെ ഒരു നിയമപ്രകാരം ഇപ്പം KTDC ഉണ്ട്, അങ്ങനെ പല ഹോട്ടലൊക്കെ സ്വന്തമായിട്ട് ഗവൺമെൻറ് നടന്നു. അവിടെ പോലും ഇപ്പോഴും കുക്ക് എന്നൊരു പേര് മാത്രമേ ഉള്ളൂ, ഒരിക്കലും ഷെഫ് പോലും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഈ കുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മിലിറ്ററിയിലായാലും അവിടുത്തെ റിക്രൂട്ട്മെൻ്റ് ഒക്കെ വന്നാലും മെയിൻ ഷെഫിനെ പോലും
കുക്ക് എന്ന് മാത്രമാണ് വിളിക്കുക. അപ്പോൾ ഈ ഷെഫ് എന്നൊരു പദമുണ്ട്. അതൊരു ഫ്രഞ്ച് വേർഡാണ്. ലോകത്ത് പാചകക്കാർക്ക് ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള ജോലിയാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ യൂറോപ്പിലൊക്കെ ആയിട്ട് വെച്ചാൽ ഷെഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ്. അപ്പോൾ ഈ ഒരു 15 വർഷമൊക്കെ ഞാൻ നാട്ടിൽ ജോലി ചെയ്തപ്പോൾ നമ്മളത് നോർമലാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കണമെന്നോ അല്ലെ നല്ല ഭക്ഷണം കിട്ടിയാൽ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ബേസിക് കാര്യങ്ങളൊന്നും ആരും ചെയ്യാത്തതുകൊണ്ട് നമുക്കതിന് വിഷമമില്ല, നമ്മളങ്ങനെയാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്തിട്ട് അവരും ഇങ്ങനെ കുഡ് യു പ്ലീസ് കോൾ ദ ഷെഫ്. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ ഒരു കംപ്ലയിൻറ്റ് പറയാനായിരിക്കും സ്വാഭാവികമായിട്ട് നമ്മളെ നാട്ടിൽ വിളിക്കാറ് എന്താണ്, അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് ഒരാളും വിളിക്കാറില്ല, മോശം പറയാനായിട്ടാണ് വിളിക്കുക. അപ്പോൾ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ അമേസിങ് ഫുഡ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിച്ചാണ് വിടുക. അപ്പോൾ അത് ഇപ്പോൾ പക്ഷേ വലിയൊരു മാറ്റം കേരളത്തിലുണ്ട്. അപ്പോൾ ഷെഫ് എന്നുള്ള ഒരു വലിയ പണ്ട് ഈ ഒരു തൊഴിൽ ഇപ്പോൾ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി പഠിച്ചിട്ടൊക്കെ ആണല്ലോ ഇത് വരേണ്ടത്. അത് ഒരു മെയിൻ മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ ഒക്കെ കിട്ടാണ്ട് വരുന്നവർക്ക് മാത്രമുള്ളതെന്നുള്ളതാണ്. ഒരിക്കലും പാരൻസ് ഒരിക്കലും സ്വന്തം കുട്ടികളെ ഇങ്ങനെ BHM അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റോ ഹോസ്പിറ്റാലിറ്റിയോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഇന്ന് പാരൻസ് പോലും നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ട് അവരെ ഒരു ഷെഫാക്കാം, അല്ലെങ്കിൽ ഒരു ജനറൽ മാനേജറാക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഇത്രയും നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു കരിയറാണ്, ലോങ് കരിയറാണ്, ഭയങ്കര ഒരിക്കലും ഒരു ബോറടിക്കുന്ന ഒരു തൊഴിലായിട്ട് മാറില്ല. മറ്റിപ്പോൾ നമ്മളൊരു സ്ഥിരം ഒരു പാറ്റേണിലല്ല ഇത് പോവുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഒരു ഭയങ്കര രസകരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്പെക്റ്റ് ആസ് എ ഷെഫ് എന്ന നിലയിൽ ഒരു പാചകക്കാരന് കിട്ടുന്ന ഒരു അംഗീകാരങ്ങൾ ഇപ്പോൾ ആളുകൾ മനസ്സിലായി. ഇത് പക്ഷേ ഇന്ത്യയിലൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത് ഭയങ്കര റെസ്പെക്റ്റാണ്. ഇപ്പോൾ ഈ ഗുജറാത്തിലൊക്കെ പാചകക്കാരെ വിളിക്കുന്ന മഹാരാജ എന്നാണ്. അപ്പോൾ അവരെ ഞാൻ വിചാരിച്ചു ഇത് എന്താ അനുഭവം എന്ന് വെച്ചാൽ, കൊല്ലത്തൊരു വലിയൊരു വെഡ്ഡിങ്, ഞാൻ ജോലി ചെയ്ത ഹോട്ടലിൽ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് അവരുടെ ഫുഡ് ഉണ്ടാക്കാൻ അവരുടെ ഷെഫുമാരെ കൊണ്ടുവന്നു. അപ്പോൾ ഇവരിങ്ങനെ നമ്മുടെ കിച്ചണിൽ വന്ന് അവരുടെ കുറേ സ്പെഷ്യൽ ഡിഷുണ്ട്, ഉന്തിയോ അതുപോലെ രാജ് ബാട്ടി ചൂർമ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ, ദാൽ ബാട്ടി ചൂർമ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് അവരെ കൊണ്ടുവന്നത്. അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇവരിങ്ങനെ മഹാരാജമാർ, ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ പേരാണ്. അപ്പോൾ വീണ്ടും ഒരു അസിസ്റ്റൻറ്റ് വന്നപ്പോൾ അങ്ങേരെ മഹാരാജ, ഞാൻ വിചാരിച്ചു ഇനി ഇവർ അനിയനോ ആണോ ഇനി ഒരുമിച്ചുള്ള പേരാണോ. അപ്പം എല്ലാവരും ഇങ്ങനെ മഹാരാജ എന്ന് ഇവരെ ആ ഗസ്റ്റാണ് വിളിക്കുന്നത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ പേര് ഇങ്ങനെയാണോ? അപ്പം പറയല്ല മഹാരാജ, വേറൊരു പേര് പറഞ്ഞപ്പോൾ ഇപ്പോൾ മഹാരാജ എന്ന് പറഞ്ഞാൽ ഷെഫുമാരെ വിളിക്കുന്ന പേരാണ്. അത് ഇപ്പം തന്നെ ദുൽഖർ സൽമാൻ്റെ പിന്നെ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ. ഉസ്താദ് ഹോട്ടലിൽ. അപ്പം വിദേശത്തു നിന്ന് പഠിച്ച് വന്നിട്ട് പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണിനോട് പറയുമ്പോൾ അവർ മറ്റുള്ളവരോട് പറയുമ്പോൾ എല്ലാവരും പിന്നെ അവർ പരിഹസിച്ച് ശരിക്കും ഈ പരിഹസിക്കുന്നതാണ്. ചങ്ങാതിക്ക് എന്ത് പിന്നെ പോയത്തക്കാരനാണെന്നുള്ളത് അതെ അതെ നിൽക്കുന്നത്. അതെ. അപ്പോൾ അത് ഒരു മലയാളീൻ്റെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു കുറേ കാലം. ഇപ്പം പറഞ്ഞോണം ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഒത്തിരി നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കുറേ കാലം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷെഫ് പിള്ള എന്നൊക്കെ പറഞ്ഞ ഒരാൾ വന്ന് ഇങ്ങനെയൊക്കെ കുറേ കാണിച്ചു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യാന്നൊക്കെ കണ്ടപ്പം എത്രയോ ഷെഫുമാർ നമുക്ക് കാണാം. ഇപ്പോൾ ലോകം മുഴുവൻ മലയാളി ഷെഫുമാരെ നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോയാൽ എത്രയോ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു പ്രൊഫഷൻ ആളുകൾ അംഗീകരിക്കുന്നു, പുതിയ ആൾക്കാർ വരുന്നു, ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി ഗ്രേറ്റ് മലയാളി ഷെഫുമാരായി. പക്ഷേ പിള്ള, ഞാൻ ചോദിക്കുന്നത് പിന്നെ ഈ ഒരു രംഗത്തേക്ക് വരുന്നത് ഷെഫ് പിള്ള വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉപബോധ മനസ്സിലൊക്കെ തന്നെ ഒരു മോശപ്പെട്ട പണി എന്നുള്ള നിലക്കാണ്. എന്താണ് പിന്നെ ആ ഒരു തീർപ്പിലേക്കൊക്കെ വരാനുണ്ടാക്കിയ സാഹചര്യം? അല്ല, ഞാൻ വന്ന സമയം എന്ന് പറയുന്നതൊക്കെ 90കളിലാണ്. അപ്പോൾ ആ സമയത്തൊന്നും പാചകക്കാരെന്നൊക്കെ പറയുന്നത് വളരെ ശമ്പളം പോലും കൃത്യമായിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്തെ ജോലി എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടിയതിൽ നമ്മൾ സർവൈവ് ആയി പോവുക, അല്ല ആദ്യമായിട്ട് കിട്ടിയതിനെ സന്തോഷത്തോടെ നമുക്ക് ഇഷ്ടപ്പെട്ട പണിയാണ്, നല്ല ആഹാരം കഴിക്കാം. ഞാൻ 16-17 വയസ്സിലാണല്ലോ. അന്നത്തെ ഈ 17 ഇയർ 90s സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്തെ വിശപ്പെന്ന് പറഞ്ഞത് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ സമയത്തിന് കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ലക്ഷറി ഉള്ളൊരു കാലമാണ്. നമുക്ക് 3 നേരം കൃത്യമായിട്ട് നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് സാധ്യമായി അറിയാമല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരു ഹോട്ടൽ തൊഴിലാളിക്ക് ഇതെല്ലാം കിട്ടും, എന്തൊക്കെ വേണമല്ലോ. അപ്പോൾ അന്ന് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് നല്ല ഭക്ഷണം കഴിക്കാം. പിന്നീടാണ് ഒരു ഷെഫ് ആവാം അല്ല ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് കൊള്ളാം, ഇതൊരു നല്ല കരിയറാണ്, ഇത് നമുക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് കുറേ കഴിവുണ്ടെന്ന് സ്വയം തിരിച്ചറിയും. അപ്പോൾ ആ സ്വയം നമ്മളൊരു ഏത് മേഖലയിലായാലും നമുക്കതിനകത്ത് എത്രമാത്രം എക്സൽ ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ചറിയുകയും അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫർട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ മാജിക് ഉണ്ടാകുന്നത്.
അപ്പം അങ്ങനെയാണ് എനിക്ക് ഒരു പഠിത്തം അല്ലെങ്കിൽ അക്കാഡമിക്കലി എങ്ങും പോകാൻ പറ്റിയിട്ടില്ല. അല്ലെ പ്രൊഫഷണലായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല. 10ാം ക്ലാസ് കഴിഞ്ഞു. പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടാണ് ഈ മേഖലയിലോട്ട് എത്തപ്പെട്ടത്. അവിടെ നിന്നിട്ട് പിന്നീട് പഠിക്കാൻ പോകണോ അല്ലെങ്കിൽ ജോലി ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ നമ്മൾ ആ കരിയറിനെ കുറേ കൂടെ ഡീപ്പായിട്ട് സ്നേഹിച്ചു, അല്ലെ ഡീപ്പായിട്ട് അറിയാൻ ശ്രമിച്ചു. അതിന് വേണ്ടിയിട്ട് കുറേ എഫർട്ട് എടുത്തു. അപ്പോൾ ആദ്യത്തെ 15 വർഷമൊന്നും നമ്മളെ ആരും അറിയുന്നില്ലല്ലോ. എത്രയോ മണിക്കൂറുകളൊക്കെ ഓരോ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്ത് നേടിയ അനുഭവം കൊണ്ടാണ് പിന്നീടത് എൻ്റെ ഗുണമായിട്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ അന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചതല്ല ഒരു ഷെഫ് ആവുമെന്നോ ഷെഫ് എന്താണെന്നോ ഒക്കെയുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇഷ്ടം, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയിൽ നമ്മൾ തുടരെ ഇത്രയും വർഷമൊക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം നാസർക്ക എത്രയോ വർഷമായിട്ട് ഇതിൻ്റെ ഒരു നിൽക്കുന്നു, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു മീഡിയ ഹെഡായിട്ടിരുന്ന് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട്. അതിന് ഇഷ്ടവും കൂടെ കൊണ്ടാണ്, അല്ലെങ്കിൽ അല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പാചക രംഗത്ത് ഇത് ഇഷ്ടം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇഷ്ടത്തോടു കൂടി കുറേ കാര്യങ്ങൾ ചെയ്യുമ്പം പിന്നീട് കിട്ടുന്ന ബെനിഫിറ്റ് നമ്മൾ അല്ല കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാര്യം കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ കൊല്ലം ജില്ലയിൽ പിന്നെ ഷെഫ് പിള്ള അവിടുത്തെ ഈ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രതികൂലമായിട്ടുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ, പഠനം പോലും വലിയ പിന്നെ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ ആ ഘട്ടത്തിലൊക്കെയും മലയാളി ഒരു പുരുഷൻ അടുക്കളയിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ മക്കൾ ആൺകുട്ടികളെ അടുക്കളയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അമ്മമാരൊക്കെയും മടിക്കുന്നൊരു കാര്യമാണ്. അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു സംഭവമാണ്. അവരത് ചെയ്താൽ മതി, മറ്റുള്ളവർക്ക് അത് വേണ്ട. അത് നമ്മളുടെ കുടുംബങ്ങളുടെ ഒക്കെ ഒരു ഘടനയും അങ്ങനെയാണ്. എന്നിട്ടും അതിനെങ്ങനെ മറികടന്ന് ഈ രുചിയോടുള്ളൊരു താല്പര്യമൊക്കെ ചെറുപ്പം മുതൽ തന്നെ ഉള്ളിലേക്ക് വന്നു എന്നുള്ളത്? ചെറുപ്പം മുതലേ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായത് പിന്നീട് ഇത് നമ്മൾ എക്സൽ ആയപ്പോഴാണ് മനസ്സിലാവുന്നത്. അന്നൊരിക്കലും ഇത് കണക്റ്റ് ആയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഞാൻ ചെറിയ ചെറിയ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലും കല്യാണപ്പുരയിലൊക്കെ പോയി വിളമ്പാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നു കുഞ്ഞുനാൾ മുതൽ പോകുന്നുണ്ടായിരുന്നു. അന്ന് പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ പോലെ ആഹാരം കൂടുതൽ കഴിക്കാം, അല്ല ആദ്യം കഴിക്കാം, വിളമ്പുന്നവർക്ക് കുറച്ച് പ്രിവിലേജ് ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്ത് മാറ്റി കഴിക്കാം. അതൊക്കെ കൊണ്ടുപോയിട്ടുള്ളതാണ്. അപ്പം ഞാനൊക്കെ എല്ലാ കല്യാണങ്ങളിലും അന്ന് തലേ ദിവസം രാത്രിയിലൊക്കെ ഒരു വിരുന്നുണ്ട്. ആ വിരുന്നെന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലുള്ളതല്ല. അന്ന് നമ്മുടെ ഇവിടെ തെക്കൻ കേരളത്തിലൊക്കെ ഒരു കല്യാണത്തലേന്നുള്ള വിരുന്നൊക്കെ പറഞ്ഞാൽ അലുവയാണ് മെയിൻ. അലുവ കിണ്ടി ഉണ്ടാക്കും. ഒരു 3 ദിവസം മുമ്പ് വലിയ വാർപ്പിനകത്ത് അരിയും ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് അലുവ കിണ്ടുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ഒരു 3 ഡേയ്സ് മുമ്പ് ഒത്തിരി ആൾക്കാർ വീട്ടിലൊക്കെ വന്ന് ഇതിൻ്റെ ആശാന്മാരെല്ലാം കൂടെ വന്നിട്ട് ഉണ്ടാക്കി ഈ അലുവ സെറ്റ് ചെയ്ത് വെച്ച് 2 ഡേയ്സ് കഴിയുമ്പോഴാണ് കല്യാണത്തലേന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ മിക്സർ, ഒരു ഗ്ലാസ് രസ്ന, ഇതൊക്കെയാണ് അന്നത്തെ സാധനം. ഈ ഒരു രസ്നയൊക്കെ കുടിക്കുക എന്ന് പറയുന്ന ഒരു കല്യാണം വരാൻ വേണ്ടി നമ്മൾ വലിയ ആഡംബര വിഭവങ്ങളായിരിക്കും. നമ്മളൊരു കൊക്കക്കോളയൊന്നും കേട്ടിട്ട് കൂടിയില്ല. അപ്പോൾ ഈ കലക്കിയ വെള്ളം, ആ കളറ് മാത്രമാണ് നമ്മൾ അതിനകത്ത് മധുരവും അതല്ല, ഒരു നിറമുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത്, നമ്മൾ കരിങ്ങാലി വെള്ളം പോലും നമുക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കളർ. അപ്പോൾ ഈ ഒരു കളറിൽ തണുത്ത വെള്ളം കുടിക്കാൻ പറ്റും, ഒരു കേക്ക് കിട്ടും, മിക്സർ കിട്ടും, പഴം കിട്ടും, അല്ലെങ്കിൽ അലുവ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെയൊക്കെ ഭാഗമാവും. അപ്പോൾ ഇത് കിണ്ടാനൊക്കെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കിത് ഈ വാർപ്പൊക്കെ വടിച്ചിട്ടൊരു സാധനം കിട്ടും. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ഇതൊന്നും കല്യാണങ്ങളിലില്ല. ഇതൊക്കെ ഇപ്പോൾ ബേക്കറികളിൽ മാത്രമാണ് കിട്ടുന്നൊരു സാധനം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ പോയി ഇതൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ ചെറുപ്പം മുതലൊക്കെ താല്പര്യം ഉണ്ടായ ഒരു കാര്യമാണ്. പിന്നീട് ഈ മേഖലയിൽ എത്തിയപ്പോൾ അതെല്ലാം നമ്മളെ എക്സ്ട്രാ ആയിട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ എന്നിട്ട് ഈ പഠനം പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെന്തായിരുന്നു? പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഫസ്റ്റ് പി ഡി സി ആയി. ഫസ്റ്റ് പി ഡി സി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞാണ് ഞാനൊരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ആദ്യത്തെ ജോലി. അവിടുന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ട്. 17 വയസ്സുകാരൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ പേടിയുള്ള ഒരു സമയമല്ലേ. ആ ഒരു കാലഘട്ടം നമുക്ക് അറിയാമല്ലോ. ഇത് 92 മുതൽ 94 വരെയുള്ളൊരു സമയത്താണ്. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് ഒരു ജോലി അന്വേഷിച്ചിട്ട് ഏതെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പോയി അവസാനം ഒരു ഹോട്ടലിൽ എത്തപ്പെട്ടു. അതെവിടെയായിരുന്നു? കൊല്ലത്ത് ബിഷപ്പ് ജെറോം നഗറിൽ. അതിപ്പോഴും ഉണ്ട് ആ റെസ്റ്റോറൻറ്റ്. ഷെഫ് കിങ് എന്നാണ് എൻ്റെ പേര്. എനിക്ക് ജോലി തന്ന അദ്ദേഹം എൻ്റെ കൂടെ ഇപ്പം പാലക്കാട് എൻ്റെ ഞങ്ങളുടെ വർക്ക് ചെയ്യുന്നത് മണിസാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. പുള്ളിയുടെ ഞാൻ പോയി ചോദിച്ചു, സാറേ എനിക്കൊരു ജോലി. അപ്പം അവിടെ ജോലിയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പുള്ളി നോക്കുമ്പോൾ ഒരു ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഉറക്കമുളച്ചൊരു ചെക്കൻ വന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്, അപ്പോൾ എന്തൊക്കെ അറിയാം? അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ തട്ടുകടയിലൊക്കെ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നെ പിടിച്ച് വെയിറ്ററാക്കി. എന്നെ കൊണ്ട് ആദ്യത്തെ ജോലി ആ റെസ്റ്റോറൻറ്റിലെ കംപ്ലീറ്റ് ഫാൻ തുടക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് കയറിയത്. അവിടുന്ന് പിന്നെ ആ ഒരു 2-3 വർഷം വർക്ക് ചെയ്തു. പിന്നീട് അതിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിലായി
ഒരു 2 വർഷമായപ്പം അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ കിച്ചണിൽ പോയി പണിയെടുത്ത് ഷെഫിനെ അസിസ്റ്റ് ചെയ്യുന്നു. ആ ഷെഫിൻ്റെ കൂടെ അതൊരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ്. നല്ല ആ ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ചൈനീസ് ഫുഡ്, അമേരിക്കൻ ചോപ്സി, ചൈനീസ് ചോപ്സിയും ഈ ആ സമയത്ത് ഒരു വലിയ അതെ, ആ സമയത്ത് ഈ ഇത്രയും വലിയ സൂപ്പുകളൊക്കെ, ഈ ലങ്ഫങ് സൂപ്പ്, ഹോട്ട് ആൻഡ് സോർ, അല്ലെ സ്വീറ്റ് കോൺ, ഗോബി മഞ്ചൂരിയൻ, ചില്ലി ചിക്കൻ മഞ്ചൂരിയൻ, എല്ലാ ടൈപ്പ് ചൈനീസ് ഫുഡൊക്കെ ആദ്യമായിട്ട് വന്ന് ട്രെൻഡാകുന്ന സമയമാണ്. ഇപ്പം പോലും ആൾക്ക് മലയാളികൾക്ക് ഇപ്പോൾ ഒരു കേരള ഫുഡ് ഇല്ലെങ്കിൽ ഇപ്പോൾ അല്ല അറബിക്കൊക്കെ ഈ അടുത്താണോ, അതിന് മുമ്പുള്ള ഫസ്റ്റ് ചോയ്സ് ചൈനീസാണ്. അപ്പോൾ ആ ചൈനീസ് ഭക്ഷണമൊക്കെ കേരളത്തിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഒക്കെ ഫസ്റ്റ് സെർവ് ചെയ്യാനും കഴിക്കാനും പഠിക്കാനും പറ്റിയ ഒരാളാണ്. എന്നിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് അവിടുന്ന് നേരെ കോഴിക്കോട് വന്നു. കോഴിക്കോട് വന്ന് അതെൻ്റെ ഒരു ലൈഫ് ചേഞ്ച് ചെയ്തൊരു മൊമെൻറ്റാണ്. അപ്പോൾ കോഴിക്കോട് 95ആണോ 96 ആണെന്ന് തോന്നുന്നു. അവിടെ വന്നിട്ട് ഇങ്ങനെ കാസിനോ എന്ന് പറഞ്ഞൊരു മനോഹരമായ റെസ്റ്റോറൻ്റ് ആയിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻ്റായിട്ട് അലൂക്കാസ്, പിന്നെ അലൂക്കാസും അവിടെ തന്നെ കോഴിക്കോടുള്ള മുഹമ്മദ് മുസ്തഫക്കയും കൂടെ ചേർന്നിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഇപ്പോഴും ആൾക്കാർ പറയും, ഇന്ന് പോലും ഒരാളങ്ങനെ ചെയ്തിട്ടില്ല. തേക്കും തടിയിൽ എൻ്റെ ഇൻറ്റീരിയർ കാണാനൊക്കെ ഭയങ്കര ഭംഗി. വലിയ റെസ്റ്റോറൻറ്റ്. മലപ്പുറത്ത് നിന്നൊക്കെ ജി പി എന്നൊക്കെ ആൾ 20 പേര് 30 പേരൊക്കെയാണ് അവിടെ വന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ക്യൂ നിന്ന് കഴിക്കുന്നത്. കാരണം അന്നത്തെ ഇതിൽ വലിയ അത്ഭുതം വലിയ അത്ഭുതമായിരുന്നു ആ ഒരു രീതിയിൽ. ഫ്രണ്ടിൽ ഒരു ഡോർമാനൊക്കെ വന്ന് ഗസ്റ്റിനെ വിളിച്ച് കൊണ്ടുപോകുന്നു, ഫിംഗർ ബോളിലൊക്കെ കൊടുക്കുന്നു. ഒരു റെസ്റ്റോറൻറ്റിൽ ഫിംഗർ ബോളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്റ്റാൻഡേർഡ് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റിലാണ് ഈ ഫിംഗർ ബോളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഗസ്റ്റിനെ ഡോറ് തുറന്ന് ഗസ്റ്റ് ഒരു വെളിയിൽ ഒരാൾ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ റിസീവ് ചെയ്തിട്ട് റിസപ്ഷനിൽ ഹോസ്റ്റസ് വരുന്നു. ഇത് ഞാൻ പറഞ്ഞ 95 കോഴിക്കോട് ഉണ്ടായതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത റെസ്റ്റോറൻ്റാണ് ഈ കാസിനോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്തു. അവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ പോകുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പിന്നീട് ബാംഗ്ലൂരാണ് എൻ്റെ ഒരു കരിയർ ചേഞ്ച് ആയത്. അവിടെ കോക്കനട്ട് ഗ്രൂ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു 5 വർഷം. അവിടുത്തെ ഹെഡ് ഷെഫായിട്ട് വർക്ക് ചെയ്തു. ഈ വൈകുന്നേരം അവിടുത്തെ വെയിറ്ററാണ്, രാവിലെ ഷെഫാണ്. അത് കേരള സ്വഭാവത്തിലുള്ള ഫുഡാണ്. അതെ, അവിടെ കേരള മാത്രമല്ല, അതൊരു ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ KS കുമാർ എന്ന് പറയുന്ന സാറുണ്ട്, നമ്മുടെ രാജീവ് ഗാന്ധി IAS, അദ്ദേഹം ഡൽഹിയിൽ നമ്മുടെ രാജീവ് ഗാന്ധി സാറിൻ്റെയൊക്കെ ആണ്. അപ്പോൾ KS കുമാർ ഉണ്ടാക്കിയ റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ അദ്ദേഹം അത് കൂർഗ്, കൊങ്കൺ, ചെട്ടിനാട്, മലബാർ ഈ 4 റീജിയണിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡിനെ കൺസെപ്റ്റ് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി കൺസെപ്റ്റായിട്ട് ബാംഗ്ലൂരിലും ഡൽഹിയിലും അദ്ദേഹം തുറന്നതാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഒരു ഐക്കോണിക്കായിട്ട് അന്നത്തെ കാലത്ത് ഒരു അപ്പത്തിന് 60 രൂപയാണ്. ശരി, ഭയങ്കര top rate. 60 രൂപയ്ക്ക് അപ്പം വിറ്റാണ്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഫോൺ വിളിച്ച് പറയും, ഇവിടെ ഒരപ്പത്തിന് അന്ന് 10 രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം, 60 രൂപ ഒരു അപ്പത്തിന് ചാർജ് ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ ഈ 4 റീജിയണിലെ സ്പെഷ്യാലിറ്റി ഫുഡ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ 5 വർഷം ജോലി ചെയ്തിട്ടാണ് ലീല പാലസ്, കൃഷ്ണനായർ സാറിൻ്റെ ബാംഗ്ലൂരിൽ തുറക്കുന്നു. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. അവിടെ നിന്ന് നേരെ കുമരകത്ത് എത്തുന്നു. കുമരകത്ത് എത്തുമ്പോഴാണ് എനിക്കിങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ളൊരു അവസരം വന്ന് 2005 ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. വിഖ്യാതമായ വീരസ്വാമി റെസ്റ്റോറൻറ്റ്, മഹാത്മാഗാന്ധി, വിൻസ്റ്റൺ ചർച്ചിൽ, ചാർലി ചാപ്ലിൻ ഇവരൊക്കെ കഴിച്ച റെസ്റ്റോറൻറ്റാണ്. 1927 ലണ്ടൻ പിക്കാഡ്ലി സർക്കസിലെ റീജൻ സ്ട്രീറ്റിൽ ഓപ്പൺ ചെയ്ത റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ആ അന്നത്തെ ഒരു രാജസ്ഥാൻ ഒരു അവിടുത്തെ ഒരു സായിപ്പ്, അദ്ദേഹത്തിൻ്റെ പേര് എഡ്വേർഡ് പാൾമർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയിൽ വരികയും പുള്ളി ഇവിടുത്തെ രാജസ്ഥാനിലെ ഒരു ക്യൂവിനെ വിവാഹം കഴിച്ചു. അവരുടെ ഇവിടുത്തെ ഷോഫറായിരുന്നു വീരസ്വാമി എന്ന് പറഞ്ഞൊരു തമിഴൻ. അപ്പോൾ അയാളുടെ പേര് വെച്ചിട്ട് 1927 തുറന്ന ലോകത്ത് തന്നെ ഏറ്റവും അതിപുരാതനമായ ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്, ഫസ്റ്റ് ഇന്ത്യക്ക് വെളിയിലുള്ള. ആ റെസ്റ്റോറൻറ്റിലോട്ടാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ അത് ഭയങ്കര മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ അവിടെ ഒരു 6 വർഷം ജോലിയെടുത്തു. അവരുടെ കമ്പനി തന്നെ, ആ ഒരു കമ്പനി ഒരു ഒത്തിരി നല്ല നല്ല റെസ്റ്റോറൻറ്റ് അവിടെയൊക്കെ ജോലി ചെയ്ത് 2011 നമുക്ക് ബ്രിട്ടീഷ് സിറ്റിസൺ കിട്ടുന്നു. പിന്നെ അങ്ങനെ പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ നല്ല നല്ല റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിട്ട് 2018 എനിക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി നാട്ടിലേക്ക് വരാൻ പറ്റും. നമ്മുടെ രവിപിള്ള സാറ്, അദ്ദേഹത്തിന് കേരളത്തിൽ 4 ഹോട്ടലുണ്ട്, കോഴിക്കോടും കൊല്ലത്തും തിരുവനന്തപുരത്തായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൾണറി ഡയറക്ടറായിട്ട് എന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കരുതി ഒരു വർഷം വന്നതൊക്കെ നോക്കാം. എൻ്റെ കുട്ടികളൊക്കെ അപ്പോൾ അവിടെ വലുതായി. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടെ ഒരു നാട്ടിലേക്കൊരു 1 ഇയറോ 2 വർഷമോ നിന്നിട്ട് ഇന്ത്യ എങ്ങനെ ഉണ്ടെന്ന് അവരെ ഒന്ന് കാണിക്കാം, നല്ലതാണെങ്കിൽ. കാരണം ഈ ബ്രിട്ടനിലൊക്കെ നമ്മൾ ഒരു ഫാമിലിയായിട്ടൊക്കെ ജീവിക്കുമ്പം വേറൊരു ലൈഫ് സ്റ്റൈലാണ്. പിന്നെ നമ്മുടെ നാടുമായിട്ടുള്ളൊരു ബന്ധമൊക്കെ വേറൊരു രീതിയും വേറൊരു കൾച്ചറുമായിട്ട് അവർ. അപ്പം പക്ഷെ സാധാരണഗതിയിൽ വളരെ അവസരങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ അവിടെ തന്നെ നിൽക്കരുത് നല്ലത്. എന്നിട്ടും അങ്ങനെ ആരും വരില്ല. എല്ലാവരും എന്നോട് ചോദിച്ചു എന്ത് ഭയങ്കര ഒരു മോശം ഡിഷനാണ് അത്. അന്ന് എനിക്ക് 40 വയസ്സായിട്ടില്ല. അപ്പോൾ 40 വയസ്സെന്നൊക്കെ പറഞ്ഞ ഷെഫുമാരുടെ ഒരു നല്ല എൻ്റെ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ BBC മാസ്റ്റർ ഷെഫൊക്കെ കഴിഞ്ഞിട്ടാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷെഫ് എന്ന നിലയിൽ കുറേ ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയ സമയത്താണ്. UK യുടെ പൗരത്വം ഉണ്ട്, അതെ, എല്ലാം ഉണ്ട്. അവിടെ നല്ല ജോലി, ഭാര്യയ്ക്ക് ജോലി, കുട്ടികൾ അവിടെ പഠിക്കുന്നു,
5 ദിവസത്തെ ജോലി, വലിയ നമ്മളൊരു ഒരു സ്ഥാപനത്തിൽ കുറേ വർഷം വർക്ക് ചെയ്ത് അവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റായി നിങ്ങളൊരു പ്രൂവ് ചെയ്യുമ്പോൾ പിന്നെ അവിടുത്തെ നമ്മളൊരു കംഫർട്ട് സോണിലെത്തും, ഏറ്റവും ബെസ്റ്റ്. പിന്നെ ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. യു ക്യാൻ മേക്ക് ഡിസിഷൻസ്, യു ക്യാൻ മേക്ക്. അപ്പോൾ അതൊക്കെ മാനേജ്മെൻറ്റ് നമ്മളെ അംഗീകരിക്കുന്ന ഒരു സമയം എന്ന് അത് ഒരു കാലഘട്ടം നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു സ്ഥാപനത്തിൽ കയറി നിങ്ങൾ എത്ര വലിയ ടാലൻ്റ് ആയാലും ഒരു 1 ഇയർ കൊണ്ട് ചിലതൊക്കെ നേടാതിരിക്കാം. പക്ഷേ നമ്മളുടെ ഒരു ക്യാരക്ടറൊക്കെ ഫുള്ള് നമ്മളുടെ മനസ്സിലാവുന്ന ഒരു ടൈമുണ്ട്. അത് ചിലർക്ക് 5 വർഷമാവാം, ചിലർക്ക് 10 വർഷമാവാം, ചില കമ്പനിയിലൊക്കെ കുറേ വർഷം വർക്ക് ചെയ്തിട്ടാണ് ഇത് നേടിയെടുക്കുക. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ ഞാൻ കുറേ വർഷം ജോലി ചെയ്ത് ആ ഒരു പെർഫെക്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വരുന്നത് നല്ല രസമായിട്ട് ഞാൻ കരുതി ഒരു വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ മാക്സിമം 2 ഇയർ കഴിഞ്ഞ് തിരിച്ച് UK പോകാം. നമുക്ക് എല്ലാവരും സിറ്റിസണാണ്, എപ്പോൾ വേണമെങ്കിലും അങ്ങനെ വിസയുടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു രസമായിട്ട് നിന്നിട്ട് പോകാമെന്ന് കരുതിയപ്പോഴാണ് കോവിഡ് വന്ന് ലൈഫ് വേറെ രീതിയിലേക്ക് മാറുന്നു. അവിടുന്നാണ് ഫിഷ് നിർവ്വാണം എന്ന് പറയുന്നൊരു മറ്റൊരു അതെ പിന്നെ അതെ ഒരു അതെ അതെ പ്രതീകമായിട്ട് മാറുന്നത്. ഇപ്പോൾ ഫിഷ് നിർവ്വാണം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഷെഫ് പിള്ള എന്നാണ് നമ്മളെ മനസ്സിലും മലയാളികളുടെ മൊത്തം മനസ്സിലും വരുന്നത്. ഏറ്റവും ലോസ് ഉണ്ടായേക്കുന്ന ഒരു ഇൻഡസ്ട്രി ഹോസ്പിറ്റാലിറ്റിയാണ്. കാരണം ഭക്ഷണവും താമസവും ആണല്ലോ ഇത് വിൽക്കേണ്ടത്. അത് ആളുകളൊന്നും 2 വർഷത്തേക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാണ്ടായപ്പോൾ അത് കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് ബാഡ്ലി എഫക്റ്റായി. അപ്പോൾ തിരിച്ച് UK പോവാം എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംരംഭം എനിക്ക് തുടങ്ങിക്കളയാം എന്ന് കരുതി ഒരു പൂട്ടിക്കിടന്ന റെസ്റ്റോറൻറ്റുമായിട്ട് ബാംഗ്ലൂരിൽ ഓപ്പൺ ആവുന്നു. ആ ബാംഗ്ലൂരിൽ ഓപ്പണായ അതങ്ങ് എങ്ങനെയോ നല്ല സക്സസ് ആയി. തൊട്ടടുത്ത സമയം തന്നെ മാരിയറ്റ് പോലൊരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഇൻവൈറ്റ് ചെയ്തിട്ട് കൊച്ചി ലേ മെറിഡിയനിൽ, അതൊരു ഭയങ്കര ജീവിതത്തിലെ എൻ്റെ ഒരു കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഒരു അംഗീകാരം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് കുറേ അവാർഡ് അല്ലെങ്കിൽ പല കാര്യങ്ങൾ കിട്ടിയെങ്കിലും ഒരു അമേരിക്കൻ ബ്രാൻഡ് ഒരു ലോക്കൽ ഷെഫിനെ ഞാനധികം പ്രൂവ് പോലും ചെയ്തിട്ടില്ല. കാരണം ബാംഗ്ലൂരിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തന്നു. അപ്പോൾ അവർക്ക് 10,000+ ഹോട്ടൽസ് ഉള്ളതാണ് ലോകം മുഴുവൻ. അപ്പോൾ അത്രയും ഫെസിലിറ്റി ഉള്ള ഒരു അമേരിക്കൻ ഗ്രൂപ്പിന് നമ്മളുടെ ഒരു റെസ്റ്റോറൻറ്റ് ആവശ്യമില്ല. അപ്പോൾ അവരുടെ അതും കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല, അതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഈ മുഹമ്മദ് അലി സാറുണ്ട്, നമ്മുടെ ഗൾഫാർ, ഒരു ഹോസ്പിറ്റാലിറ്റി രംഗത്തെ ഏറ്റവും എന്താ പറയുക വിഷണറി മനുഷ്യനായിട്ട് ഞാൻ കാണുന്നതാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡിനെ കേരളത്തിൽ കൊണ്ടുവന്നത്. ലേ മെറിഡിയൻ ഒരു ഫ്രഞ്ച് ബ്രാൻഡാണ്, അന്ന് മാരിയറ്റിൻ്റെ അല്ല, അതിന് ശേഷമാണ് ഈ ലേ മെറിഡിയൻ മാരിയറ്റ് ആയത്. അപ്പോൾ ഇതൊരു സ്റ്റാർവുഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ലക്ഷറി ഹോട്ടലായ ലേ മെറിഡിയനെ കേരളത്തിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അത് അദ്ദേഹം ചെയ്ത ഒരു ലാൻഡ്മാർക്ക് പ്രോപ്പർട്ടിയിലാണ് എനിക്ക് ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പം മുഹമ്മദ് അലി സാറിനെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ, ഞാൻ കാണുന്ന കേരളത്തിലെ ഈ ഒരു അതിഥി സൽക്കാര മേഖലയിൽ ഏറ്റവും വലിയ സംഭാവന തന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ദിസ് നൺ അതർ ദാൻ മുഹമ്മദ് അലി സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസിൽ ആ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റിയത് കരിയറും ലൈഫും ബിസിനസ്സൊക്കെ മാറ്റിമറിച്ചു. അപ്പോൾ അത് ഒരു മാജിക് റെസ്റ്റോറൻ്റായിട്ട് മാറി. ഭയങ്കരമായിട്ടുള്ള ഒത്തിരി യൂഷ്വലി ഒരു 5 സ്റ്റാർ ഹോട്ടൽ റെസ്റ്റോറൻറ്റിലൊന്നും എല്ലാവരും പോവില്ല. അവിടെ വരുന്നൊരു റൂം ഗസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ, ഭയങ്കര അതിസമ്പന്നർ മാത്രം, ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറും എല്ലാ ആൾക്കാരും. അപ്പോൾ അവരൊക്കെ അവരുടെ ഫാമിലിയായിട്ട് ഷെഫ് പിള്ളയുടെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് അവിടെ വന്നപ്പം അത് ഭയങ്കര ഒരു വിപ്ലവമായിട്ട് മാറി. അങ്ങനെ ഒരു സന്തോഷത്തിലാണ് പിന്നെ ഈ ബിസിനസ് അങ്ങനെ മുന്നോട്ട് പോയത്. അപ്പോൾ ഫിഷ് നിർവ്വാണം പിന്നെ അത്രയും പോപ്പുലർ ആകുന്നതിന് ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? ഫിഷ് നിർവ്വാണം എന്ന് പറഞ്ഞത് ഭയങ്കര അതിൻ്റെ ഒത്തിരി അടുത്ത് ഞാൻ പറഞ്ഞൊരു കഥയാണ്. ഇത് പണ്ട് തൊട്ട് നമ്മുടെ ഈ പാലാ, കോട്ടയം അല്ലെങ്കിൽ അങ്ങനെ വൈക്കം ഈ ഭാഗത്ത് കരിമീൻ എന്ന് പറഞ്ഞൊരു ഫിഷ്, മീൻ പൊള്ളിച്ചതെന്ന് പറഞ്ഞൊരു ഡിഷ് നമ്മൾക്ക് അറിയാം. ശരിക്കും മീൻ പൊള്ളിച്ചതൊന്നും വീടുകളിൽ ഉണ്ടാക്കിയ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള മീൻ പൊള്ളിച്ചതൊക്കെ വാഴയിലൊരു ഫിഷ് ചെയ്തിട്ട് മസാലയൊക്കെ ഇടുക, അത് കേരളത്തിൽ ഒരു വീട്ടിലും ആരും ഉണ്ടാക്കിയതല്ല. അതൊരു ഹോട്ടലിലെ ഷെഫുമാർ ക്രിയേറ്റ് ചെയ്ത ഡിഷാണ്. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ബട്ടർ ചിക്കൻ നമുക്കെല്ലാം ഇഷ്ടമുണ്ട്. ഈ ബട്ടർ ചിക്കൻ ഒന്നും നോർത്ത് ഇന്ത്യയിലെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഡിഷല്ല. അത് ഷെഫുമാർ ക്രിയേറ്റ് ചെയ്ത് പോപ്പുലറായിട്ട് പിന്നെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഈ മീൻ പൊള്ളിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിക്കുന്ന മീൻ പൊള്ളിച്ചത് വീടുകളിലുണ്ടാക്കിയ വിഭവമല്ല. ഒരിലയ്ക്കകത്ത് മീൻ വെച്ച് താഴെയും മീൻ അല്ലെങ്കിൽ മസാല, പക്ഷേ ശരിക്കുള്ള മീൻ പൊള്ളിച്ചതാണ് ഈ നിർവ്വാണയുടെ ഒരു ഉത്ഭവമായ ഡിഷ്. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഭാഗത്ത് കരിമീൻ വാഴയിലയ്ക്കകത്ത് വെച്ച് പാലൊഴിച്ചിട്ട്, തേങ്ങാപ്പാലൊഴിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് പൊള്ളിച്ചെടുക്കും, തിരിച്ചു മറിച്ചിട്ട്. അപ്പോൾ ഈ ഡിഷാണ് ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ. പക്ഷേ ഞാൻ ഇതിനെ വേറൊരു രീതിയിലേക്ക് അതിനെ ഇന്നോവേറ്റ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഈ കരിമീനെ എടുത്ത് അത് ഗ്രില്ലൊന്നും ചെയ്യാതെ പാലിനകത്തിട്ട്, പക്ഷേ നല്ല രുചിയുള്ള ഭാഗമാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ കുറച്ച് പച്ചവെള്ളം
പച്ചമാങ്ങയും ഇഞ്ചിയും കറിവേപ്പിലയും അതിനെ ഫിഷിനെ മറിനേറ്റ് ചെയ്ത് ഇലക്കകത്ത് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളി എങ്ങനെ ചെയ്യാം അത് അതിന് മുമ്പൊന്ന് ഗ്രില്ല് ചെയ്തിട്ട് പാലിനകത്തിട്ട് അല്ല തിരിച്ചിടുമ്പോൾ ഇല പൊട്ടിപ്പോവാണ്ടിരിക്കും. അതൊരു പ്രസൻറ്റബിൾ ഡിഷായിട്ട് മാറി. അപ്പോൾ അങ്ങനെയാണ് ഈ നിർവ്വാണയിലേക്ക് എത്തിയത്. ഇത് ഇത്രയും പോപ്പുലർ ആവാൻ കാര്യം കൊല്ലത്ത് ഈ ജോലി ചെയ്യുന്ന സമയത്ത് ക്രിസ് ഗെയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഈ ഡിഷ് പോപ്പുലറായി. പിന്നീട് ഈ കോവിഡ് സമയത്ത് ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തപ്പോൾ അന്ന് എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുമ്പം എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിപ്പം മറ്റുള്ള ഒരു റെസിപ്പിയെ കണ്ട ഒരു സൂപ്പർ മാർക്കറ്റ് പോലും ഇല്ല പോയി വാങ്ങിച്ചൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ഇഞ്ചിയും മാങ്ങയും വാഴയിലയും തേങ്ങാപ്പാലും ഉപ്പും കുരുമുളകും ഇല്ലാത്ത ഒരു വീടുകളുമില്ല. ലോകത്തുള്ള മലയാളികളുടെ എല്ലാ വീട്ടിലെയും കോമൺ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതിന് മത്തി കിട്ടിയാലോ അയല കിട്ടിയാലോ ഇനി ഐക്കൂറ കിട്ടിയാലോ ഇനി ചെമ്പല്ലി കിട്ടിയാലോ ഈ സാധനം ഉണ്ടാക്കാം. അപ്പോൾ ഒരിക്കൽ പോലും ഉണ്ടാക്കാത്തവർ ഇത് ആദ്യമായിട്ട് ഇലയിൽ വാഴയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡബിൾ ഹോട്ടിലൊക്കെ കുക്ക് ചെയ്തിട്ട് ഇതാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് എല്ലാവർക്കും തോന്നിയപ്പോൾ ഇതുവരെ കഴിക്കാത്തൊരു രുചി, ഇതുവരെ കുക്ക് ചെയ്യാത്തൊരു രീതി, ഒരിക്കൽ പോലും കുക്ക് ചെയ്യാത്തവരിങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞാൻ എന്തോ അമേസിങ് ഡിഷ് ക്രിയേറ്റ് ചെയ്തൊരു ഫീൽ. ഇപ്പം നമ്മളൊരു റെസിപ്പി ഒരു മീൻകറി ഉണ്ടാക്കുകയാണ്, അതൊരു ചട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു കോമൺ സാധനമാണ്, എല്ലാവരും ഉണ്ടാക്കിയ സാധനം. ഇത് ഒരു ചട്ടിക്കകത്ത് ഇല വെച്ച് ഇലക്കകത്ത് മീൻ വെച്ച് അതിനകത്ത് ഇതൊക്കെ ഇട്ടിട്ട് ഒരു വെള്ള കളറുള്ള പാലൊഴിച്ചിട്ട് ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു പിങ്ക് യെല്ലോയിഷ് കളറിൽ കിട്ടുന്നു. അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നു. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്തവർ എന്തെങ്കിലും ഒരു ന്യൂ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതങ്ങ് പോപ്പുലറായി. അപ്പോൾ ഒരുപാട് വീടുകളിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത് കുക്ക് ചെയ്തു. അത് എൻ്റെ കൈവിട്ടങ്ങ് പോയി. അപ്പോൾ അത് തന്നെ ഇപ്പോൾ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൻ്റെ രുചി പുറം ലോകത്തേക്ക് എത്തിക്കുന്നതിലൊക്കെ ഷെഫ് പിള്ള വലിയൊരു പങ്ക് വഹിച്ചു. പിന്നെ അതിൻ്റെ ആ ഒരു മലയാളി രുചിയുടെ പുറത്തേക്ക് പോകുമ്പം തന്നെ എത്ര കണ്ട് ഈ കേരളീയ വിഭവങ്ങൾക്ക് പിന്നെ ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും? ശരിക്കും എൻ്റെ ഒരു ആഗ്രഹം, ഒരു മലയാളി ഷെഫ് എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മുടെ ഈ ഒരു ഭക്ഷണം ലോകത്ത് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. കേരള ഭക്ഷണം അതിനൊത്തിരി പ്രാധാന്യമുണ്ട് പല രീതിയിൽ. അതിൻ്റെ ശരിയും തെറ്റും നമുക്കറിയാം. ഇപ്പം നമ്മുടെ ഭക്ഷണത്തിൻ്റെ ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഏറ്റവും നല്ല വശങ്ങൾ എന്താണെന്ന് ഇപ്പോൾ കുറേ വർഷം നമ്മളതിനകത്ത് നിൽക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളുടെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. അത് ലോകത്തെ ഭക്ഷണ ഭൂപടത്തിൽ കേരളം എന്ന് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഷെഫ് എന്ന നിലയിലും നമ്മളുടെ എല്ലാവരുടെയും ആവശ്യം. കാരണം നമ്മളൊരു ഗ്ലോബൽ പേഴ്സണാലിറ്റിയാണ് അല്ലേ. ഏത് മലയാളിയും ലോകത്തെവിടെയും പോവും. അതിനൊരു മറ്റുള്ളവർക്കൊക്കെ അവരുടെ ഒരു ചുറ്റുപാട്, അവരൊരു ഹാബിറ്റേറ്റൊക്കെ വിട്ടു പോകുന്നത് ഭയങ്കര പ്രയാസമാണ്. ഇപ്പോഴൊക്കെയാണ് പിന്നെയും പോയി തുടങ്ങിയത്. നമ്മളൊക്കെ എത്രയോ വർഷം മുമ്പ് പേർഷ്യയിലെത്തി അല്ലേ. അല്ലെങ്കിൽ ആദ്യകാല ഈ ഒരു മിഡിൽ ഈസ്റ്റിലൊക്കെ ഇത്രയും വലിയൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം തന്നെ മലയാളികളാണ്. അതുകൊണ്ടാണല്ലോ ഇവർക്ക് നമ്മളോട് ഇത്രയും സ്നേഹവും നമുക്കും ആ ഒരു രീതിയിൽ. അപ്പോൾ മലയാളികളെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ട്രാവൽ ചെയ്യാൻ ഒരു മടിയില്ലാത്ത, ഏത് സാഹചര്യത്തിൽ പോയാലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന, ഏത് സാഹചര്യത്തിൽ പോയാലും അവരുടേതായ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ പറ്റിയ മനുഷ്യരാണ്. അപ്പോൾ അവരുടെ ഭക്ഷണം ആ രീതിയിൽ അടയാളപ്പെടുത്തണം. ഇപ്പം നമ്മൾ നോക്കിയാൽ ലോകത്ത് ഒരു ജപ്പാനീസ് ഫുഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് എക്സ്പെൻസീവാണ്. ഒരു മിനിമം ഒരു 10,000 റുപ്പീസ് ഇല്ലാത്തൊരു നോർമൽ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു പേര്. അപ്പോൾ ഇപ്പം ഇവിടെ UAE തന്നെ ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു 300 ദിർഹംസ് ഒക്കെ കൊടുത്താലാണ് നല്ല റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക. പക്ഷേ ആ റെസ്റ്റോറൻറ്റിലൊക്കെ തിരക്കാണ്. അപ്പോൾ ആ ടേബിൾ പോലും കിട്ടാൻ പറ്റില്ല, അത്രയും ബുക്ക് ചെയ്ത്. അപ്പോൾ അത് ആ രീതിയിൽ പൊസിഷൻ ചെയ്ത് ഫുഡാണ്. അതേ വാല്യൂ ഉള്ള നമ്മുടെ കേരള ഫുഡ് 10 ദിർഹംസിന് അതിനും വലിയ മീൽസ് വിത്ത് മീൻകറിയോട് കൂടി സെർവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഒരു ഭക്ഷണം എന്നൊക്കെ പറയുന്നത് ഒരു ചീപ്പായിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും കഴിക്കാവുന്ന രീതിയിലാണ് അതിനെ പൊസിഷൻ ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ ഒരു ഇന്ത്യൻ ഫുഡ് ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാറ്റി വയ്ക്കാൻ പറ്റില്ല. അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടവും അത്രയ്ക്ക് അതിൻ്റെ കുക്കിംഗ് രീതിയായാലും. ഇതിനു മുമ്പ് ഫ്രഞ്ച് ഫുഡാണ് ഇതെല്ലാം കൈയടക്കി വെച്ചിരുന്നത്. ലോകത്തെ ഏറ്റവും മുന്തിയ ഭക്ഷണം, ഏറ്റവും വില കൂടിയ ഭക്ഷണം. അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജപ്പാൻ അത് മാറ്റിമറിച്ചു. അപ്പോൾ അത്രയും അതേപോലെ അവരുടെ സൂഷി ആയാലും അത് കുറച്ചുകൂടെ ഹെൽത്തി പല രീതി കൊണ്ടാണ് അത് ഇത്ര എക്സ്പെൻസ്. അതിന് കാരണമുണ്ട്. ഫ്രഞ്ച് ഫുഡും നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇപ്പോൾ ഓവർ ഹൈപ്പാണെന്നൊക്കെ പറയാമെങ്കിലും അതിനും വാല്യൂ ഉണ്ട്. അപ്പോൾ പക്ഷേ അത് നമ്മളൊരു കറിയാണ് അല്ലെങ്കിൽ കറീസാണ് നമ്മുടെ കൂടുതൽ എന്ന നിലയിലൊക്കെ മാറി. ഇന്ത്യൻ നല്ല നല്ല ഷെഫുമാർ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം UAE ഇപ്പോൾ 3 മിഷലിൻ സ്റ്റാർ കിട്ടിയ ഹിമാൻഷു സൈനി ടെസിൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈം ലോകത്ത് ആദ്യത്തെ ഒരു ഷെഫിന് 3 മിഷലിൻ സ്റ്റാർ കിട്ടിയത് ആദ്യത്തെ ഇന്ത്യൻ ഷെഫ് ദുബായിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ വർഷമാണ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പേര് ഹിമാൻഷു സൈനിയാണ്. അപ്പോൾ അങ്ങനെ 2 മിഷലിൻ സ്റ്റാർ കിട്ടിയ ഷെഫുമാരുണ്ട്, 1 മിഷലിൻ സ്റ്റാർ ഒക്കെ ഉള്ളതാണ്. ഇത് 3 കിട്ടുക എന്ന് വെച്ചാൽ അപൂർവമാണ്.
വളരെ കുറച്ച്. ആദ്യത്തെ ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ട്രസിൻ സ്റ്റുഡിയോ എന്നാണ് പേര്. വലിയ എക്സ്പെൻസീവാണ്, എന്നാൽ പോലും നമുക്കൊക്കെ അഭിമാനിക്കാം. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യൻ ഫുഡ് വളർന്നു. അപ്പോൾ എൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ആഗ്രഹം, നമ്മളുടെ ഈ ലോക ഭക്ഷണ ഭൂപടത്തിൽ കേരളം അടയാളപ്പെടുത്തണം. അത്രമാത്രം വൈവിധ്യമുണ്ട്, അത്രമാത്രം ആണ് ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ ഡീപ്പായിട്ട്. ഇതൊക്കെ വലിയ വലിയ ഷെഫുമാരെ നമ്മുടെ ഒരു രസം കാണിച്ചാൽ അവർ വണ്ടറായിട്ട് ഇതെങ്ങനെ ഈ ഫ്ലേവർ എത്തിച്ചു. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ഉലുവയും കായും എന്നൊക്കെ പറഞ്ഞത് ആദ്യമായിട്ട് അവർ കാണുമ്പോൾ ഉണ്ടാകുന്ന, അവർക്കൊന്നും അങ്ങനെ ഒരു സ്പൈസസ് ഇല്ല. എല്ലാം ബ്ലാക്ക് പെപ്പറിൻ്റെ, നമ്മുടെ പോർച്ചുഗീസുകാർ കേരളത്തിൽ നിന്ന് വന്ന് കൊണ്ടുപോയതിന് ശേഷം ഉണ്ടായ രുചികളാണ് അവർക്കൊക്കെ. അതിനും ഒന്ന് ആലോചിച്ചു, ബ്രിട്ടനിലൊക്കെ ബ്രിട്ടീഷുകാരുടെ അടുത്തൊക്കെ ഈ പെപ്പർ കൊണ്ടുപോയതിന് ശേഷമാണ് ഇച്ചിരിയെങ്കിലും എരിവോട് കൂടി കഴിച്ചു. അപ്പോൾ അതിന് മുമ്പ് എന്തായിരുന്നു, ഉപ്പിട്ട് പുഴുങ്ങിയ ഭക്ഷണമാണ് അവിടെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഇന്ത്യയിലെ ഈ ഭക്ഷണ രീതി, അത് കേരളത്തിൽ ഇത്രയും സുഗന്ധദ്രവ്യങ്ങൾ, ഇത്രയും മാത്രം സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും അതിൻ്റെ ഒരു സാമ്പാർ, ഇപ്പം സാമ്പാർ എന്നൊക്കെ പറഞ്ഞൊരു വെജിറ്റബിൾ ഒരു ബ്രോത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെൽത്തിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ഓഫ് സ്പൈസൊക്കെ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ജപ്പാനീസ് ക്വിസിൻ നാസർ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു 1 month റെസിപ്പി എടുത്ത് ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു സൂഷി ഉണ്ടാക്കാനൊക്കെ ഇച്ചിരിയുടെ അതിൻ്റെ എക്സ്പെർട്ട് ആവണം. അല്ലാതെ ഇപ്പോൾ ഒരു ഫ്രഞ്ചിൽ ഒരു ഡെസേർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെയാണ് അതിൻ്റെ സോസ് എങ്ങനെ ഉണ്ടാക്കണം, ഒന്ന് മെനക്കെട്ടാൽ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ച് ഒരു 10 തവണ വീതം ട്രൈ ചെയ്താൽ നിങ്ങൾക്കൊരു 10 ഔട്ട്, ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് 10 ആണെങ്കിൽ നിങ്ങൾക്കൊരു 7 വരെങ്കിലും എത്താൻ പറ്റും. ആദ്യമായിട്ടുള്ള, ഞാൻ നാസർക്കാണ്, നിങ്ങളൊരു കുക്കല്ല, പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. പക്ഷേ നിങ്ങൾ ഇതേ കാറ്റഗറിയിൽ ഒന്നും അറിയാത്ത ഒരാൾ ഒരു സാമ്പാർ വെക്കണമെങ്കിൽ 1 മാസമോ 5 മാസമോ ആയാലും നിങ്ങൾക്കൊരു 50 പേർക്ക് പെർഫെക്റ്റ് സാമ്പാറിൻ്റെ ടെക്സ്ചർ, അതിനകത്ത് വഴുതനങ്ങയുടെ സൈസ് ഇങ്ങനെ ആയിരിക്കണം, അതിൻ്റെ കുക്ക് ചെയ്താൽ കാണണം, പച്ചമുളക് ഉടയാൻ പാടില്ല, അല്ലെ ആ പരിപ്പിൻ്റെയും ചാറിൻ്റെയും ആ കായത്തിൻ്റെ ആ മേമ്പൊടി കൃത്യമായിരിക്കുന്ന, അതൊക്കെ നേടിയെടുക്കണമെങ്കിൽ വർഷങ്ങൾ വേണം. അപ്പോൾ അത്രയും ഡീപ്പായിട്ടുള്ള നമ്മുടെ ഈ ഭക്ഷണ രീതി അടയാളപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ എല്ലാം ഓരോ മലയാളികളുടെ ആവശ്യമാണ്. ഈ അൺഹെൽത്തി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പൈസസിൻ്റെ അളവ് വലിയ തോതിൽ കൂട്ടും. ഇത്രയേറെ മുളകൊക്കെ മലയാളി തിന്നേണ്ടതുണ്ടോ എന്നൊക്കെ തോന്നുന്നു. അതോടൊപ്പം തന്നെ ഈ അറബ് ലോകത്തെ അറബികൾക്ക് മലയാളി ഫുഡ് എന്ന് പറയുമ്പോൾ ആകെയുള്ള ഇതാണ് എരിവ് എന്നുള്ളത് അവർക്ക്. അതെ, അപ്പോൾ അതിനെ പിന്നെ കുറച്ചും കൂടി നമ്മളത് ഒന്ന് കുറയ്ക്കണ്ടേ. സംഗതികളൊക്കെ ശരിയാണ്, സ്പൈസസ് ഒക്കെ വലിയ ഘടകങ്ങൾ തന്നെയാണ്, മറ്റ് പല രാജ്യങ്ങൾക്കും അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോകുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ട്. നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ഈ മെത്തേഡുകളും ഈ ഉപയോഗിക്കുന്ന രീതിയും, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിനകത്ത് ആളുകൾ വിമർശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മലയാളി അല്ലാത്ത ആൾക്കാർക്ക് ഇത് കഴിക്കുമ്പോൾ അവർക്കറിയാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളെന്നുള്ളത്. അപ്പോൾ ഓവറായിട്ട് സ്പൈസ്, അതുപോലെ ഓവറായിട്ട് കുക്ക് ചെയ്യുന്ന കുറേ രീതികളൊക്കെ മാറിയാൽ, പക്ഷേ ഇപ്പോൾ അതിന് വലിയ രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ആളുകളൊക്കെ പല ലോകത്തെ എല്ലാ ഭക്ഷണങ്ങളും എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏതൊരു കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗത്തുള്ളവർക്ക് പോലും ഈ സൂഷിയും കർപ്പാച്ചിയും ഒക്കെ അറിയാം. അവരിത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസും, അതിപ്പോൾ കൊച്ചി പോലുള്ളൊരു സ്ഥലത്ത് വന്നാൽ പോലും ലോകത്തെ എല്ലാത്തരം ഭക്ഷണങ്ങളും ലഭിക്കുന്ന ഒരു ഇടമായിട്ട് മാറി. കൊറിയൻ ഫുഡ് അടക്കം ഇപ്പോൾ വലിയ സ്വാധീനം. കൊറിയൻ ഫുഡ്, ഇപ്പോൾ കൊറിയ എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് വെബ് സീരീസ് ആയിക്കോട്ടെ, മൂവീസ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ഫുഡ് പോലും ഇപ്പോൾ അതൊരു പാഷനായിട്ട് കൊണ്ടുവന്ന് കിടക്കണം. അപ്പോൾ ലോകത്തെ ഭക്ഷണ രീതികളെക്കുറിച്ച് മലയാളികൾക്ക് അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ആ ഒരു ഭക്ഷണം കഴിക്കുകയോ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയപ്പം അവരത് നമ്മുടെ ഫുഡുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഇതേ ചിക്കൻ എന്തിനാണ് ഇത്രയും വേവിച്ചുടച്ചിട്ട് എനിക്ക് ആ എല്ലിൻ്റെ എടുക്കുമ്പം ആ ഒരു ടെക്സ്ചറൊന്നും കിട്ടാണ്ട് കഴിക്കുക. പണ്ട് കുക്കറിനകത്തിട്ട് അങ്ങ് അടിച്ചങ്ങ് കറി വെക്കുമ്പോൾ ഗരം മസാലയുടെയും അല്ലെങ്കിൽ മുളകും മല്ലിയുടെയൊക്കെ സ്വാദുണ്ട് ചാറിന്. പക്ഷേ ആ ഇറച്ചി എന്ന് പറഞ്ഞാൽ ആ ഇറച്ചി വേറൊരിടത്ത് കഴിച്ച ആ ടെക്സ്ചറിൽ, അല്ലെങ്കിൽ അവരിങ്ങനെ വീഡിയോ ഒരിക്കൽ പോലും കഴിച്ചില്ലെങ്കിൽ പോലും ഒരു 18 അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മനസ്സിലാവും ഇത് ഈ കൊറിയയിലെ ഈ ചിക്കൻ ഇത്രയേ കുക്ക് ചെയ്യുന്നുള്ളൂ, ഇതിന് ഇതായിരുന്നു ഫ്ലേവർ, ഇത് എടുക്കുമ്പോൾ അത് അതിൻ്റെ ബോണിൽ നിന്ന് ആ മീറ്റ് കൃത്യമായിട്ട് വരും, ഇതിങ്ങനെ ലൂസായിട്ട് പശ പോലെ അരഞ്ഞു പോകുന്ന രീതിയിൽ എന്തിനാണ് കുക്ക് ചെയ്യുന്നതൊക്കെ ചോദ്യമായപ്പോൾ ആളുകൾ കുക്കിംഗ് രീതി മാറാൻ തുടങ്ങി. മീൻ വേവിച്ചുടച്ച് ചിലപ്പം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഉടഞ്ഞു പോകുന്ന പരുവത്തിലാവും. അപ്പോൾ ഫിഷൊക്കെ ഒന്ന് 2 മിനിറ്റ് കാണും. പുതിയ റീൽസൊക്കെ നോക്കുമ്പോൾ വലിയ സാൽമനൊക്കെ എടുത്തിട്ട് ഒരു സൈഡിലൊന്ന് ഗ്രില്ല് ചെയ്യുന്നു, തിരിച്ചിടുന്നു, നോക്കുമ്പോൾ സെൻട്രൽ വെന്തിട്ടില്ല, അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നു, തുറക്കുമ്പോൾ അതിൻ്റെ നീരിങ്ങനെ ഇറങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവിടെയുള്ള മത്തിയൊക്കെ ഇപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര വലിയൊരു മാറ്റം വരുന്നുണ്ട്. എല്ലാ വീടുകളിലും ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ആയി. ഓവർ കുക്ക് ചെയ്ത് കഴിക്കരുത്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് കഴിക്കുക എന്നുള്ള ആ രീതിയിലേക്ക് മാറി. അപ്പം മലയാളികളുടെ ഈ ഭക്ഷണ രീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും വലിയത് അൺഹെൽത്തി എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇപ്പോഴത്തെ പണ്ടത്തെ ഇത്രയും പറയുന്ന ഇതേ സമയത്ത് ഞാൻ ഇത്രയും പുകഴ്ത്തി പറയുന്നെങ്കിലും നമ്മളുടെ ഈ ചോറും കറികളും അല്ലെ ബിരിയാണി എന്നും ഇന്നത്തെ മലയാളിയുടെ മെയിൻ ഭക്ഷണം ആവാൻ പാടില്ല എന്ന് എനിക്കും അറിയാം. കാരണം അതൊക്കെ അന്നത്തെ അധ്വാനം വേറെയാണ്.
അന്ന് സ്വാഭാവികമായിട്ട് നടക്കും. സ്വാഭാവികമായിട്ട് ഒരുപാട് മണ്ണിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശരീരം വിയർക്കുന്ന കുറേ ജോലികൾ ചെയ്യുന്നവർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് കേരള ഭക്ഷണം. ഇപ്പോൾ പഴങ്കഞ്ഞി എന്നൊക്കെ പറയുന്നത് അതാണ്, അധ്വാനിക്കുന്നവനുള്ള ഒരു സംഭവമാണ്. അതിലുള്ള അധ്വാനിക്കുന്നവരാണ് പ്രോട്ടീനും സംഭവങ്ങളൊക്കെ അതിലുണ്ട്. എല്ലാം. ഇപ്പോൾ ഒരു മനുഷ്യന് പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റ്സോ അല്ലെങ്കിൽ ആവശ്യം ഫൈബറൊക്കെ വേണമെന്നുള്ള ഒരു ബാലൻസ് ചെയ്ത് വേണമെന്നൊക്കെ എല്ലാം അറിയാം. അപ്പോൾ ഇത് ഓവറായിട്ടുള്ള കാർബ് അല്ലെങ്കിൽ നമുക്ക് അന്നജം കൂടിയ ഭക്ഷണമാണ് കേരളത്തിൻ്റെ. അരി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാപ്പിളാണ്. അത് അരി ഉൽപ്പന്നം എന്ന് വെച്ചാൽ അത് രാവിലെ പ്രഭാത ഭക്ഷണം മുതൽ അത് അപ്പം, പുട്ട്, ദോശ, ഇഡ്ഡലി മുതൽ ഒരു 100,000 അരി വിഭവങ്ങളാണ് നമ്മുടെ ഫേവറേറ്റ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീണ്ടും ചോറാണ്. ഇനി ഇടയ്ക്ക് ഒരു 4 മണി പലഹാരമായാലും അരിയുടെ അത് ഇനി ബേക്കറിയിൽ നിന്നായാലും അച്ചപ്പം മുതൽ ഉണ്ണിയപ്പം മുതൽ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ അരി ഇങ്ങനെ കൂടുതൽ കൂടുതൽ കഴിക്കുന്ന കുറേ കാര്യങ്ങൾ അതൊക്കെ മാറി വെച്ചിട്ട് ആളുകൾക്ക് ലോങ് ടൈം ഏറ്റവും വലിയൊരു പ്രത്യേകത മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഗ്രോത്ത് നമുക്കറിയാം. ഇനിയൊക്കെ നമ്മൾ ലോങ്ങിവിറ്റി ലൈഫിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുകയാണ്. അപ്പം എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റുന്നതിനൊന്നും ഇനി ഒരു കൺട്രോളൊക്കെ മാറും. നമ്മളുടെ കൺട്രോളല്ല. സ്വാഭാവികമായിട്ട് ഒരാൾ നല്ലൊരു ജീവിതം ജീവിച്ച് പൂർണ്ണമായിട്ട് ഒരു 70 വയസ്സിലോ 80 വയസ്സിലോ ഒക്കെ മരിക്കുന്നതൊക്കെ മാറിയേക്കാം. അത് ചിലപ്പോൾ 100 120 വർഷമോ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മരിക്കാമെന്ന നിലയിലേക്കൊക്കെ ശാസ്ത്രം വളരും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതേ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു ബോധമില്ലാണ്ട് കിടന്നിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പം നമുക്കൊരു വളരെ മീനിങ് ഫുള്ളായിട്ടൊരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് വരികയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ്. അത് പറ്റിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങൾ കുറേ വർഷം ജീവിച്ചിരുന്നിട്ട് ഇനി ടാബ്ലറ്റ് മാത്രം കഴിക്കുക. ഇപ്പോൾ ഇനി ഭക്ഷണത്തിൻ്റെ ടാബ്ലറ്റ് വരും. നിങ്ങൾക്കൊരു സദ്യ കഴിക്കണമെങ്കിൽ ഒരു ടാബ്ലറ്റിനകത്ത് രസവും പഴം പ്രഥമനും അല്ലെങ്കിൽ സാമ്പാറൊക്കെ കൂട്ടി 1 ടാബ്ലറ്റ് കഴിച്ചാൽ നിങ്ങളൊരു സദ്യയുടെ ഫുള്ള് കാലറി കിട്ടി, എല്ലാം കിട്ടി. അല്ലെങ്കിൽ നല്ലൊരു മീൻകറിയും ചോറും തോരനും എന്നുള്ള നിങ്ങളൊരു ടിപ്പിക്കൽ കേരള വീട്ടിൻ്റെ മീൽസിൻ്റെ കംപ്ലീറ്റ് പോഷകങ്ങൾ മൂല്യം എല്ലാം കൂടെ അടങ്ങിയ ഒരു ഗുളിക മാത്രമേ കഴിക്കൂ. പക്ഷേ ചോറ് തരില്ല. നിങ്ങൾ അങ്ങനെ നമുക്ക് ജീവിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ആ കൈ വെച്ച് കുഴച്ചുരുട്ടി കഴിച്ച ആ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു ഫീൽ അത് ടാബ്ലറ്റൊക്കെ കഴിച്ച് 90 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി ഒരു 30 വർഷം ഇങ്ങനെ ജീവിച്ചിരിക്കണം. നമുക്ക് റീൽസും അല്ലെങ്കിൽ വളരെ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് എങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ട് കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷേ ഇലവർഗ്ഗങ്ങളൊക്കെ എന്താ നമ്മൾ പിന്നെ തീന്മേശയിൽ നിന്ന് നേരത്തെ മുതലേ അത് കാണുന്നില്ല. അത് എല്ലാവരും ഇപ്പം ഈ അടുത്ത കാലത്തെ ഏറ്റവും മലയാളികളുടെ ഭക്ഷണ രീതിയിൽ വിമർശിക്കുന്ന ഒരു കാര്യമാണ് സാലഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളുടെ ഒരു ഭക്ഷണ രീതിയിലില്ല. അൺഫോർച്ചുനേറ്റ്ലി അത് എന്തുകൊണ്ട് ഇപ്പം ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയാലും തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ഒരുപാട് സലാഡ് വിഭവങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ടിപ്പിക്കൽ ഒരു സലാഡെന്ന് പറഞ്ഞൊരു ഡിഷേ ഇല്ലല്ലോ. ഇപ്പോൾ ഈ അറബിക്സ് ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നോക്കിയാൽ ഏറ്റവും ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ തന്നെ ഒരു 4-5 ഇലയും കുക്കുംബറും ഒക്കെ ആയിട്ട് ആദ്യം തന്നെ വരും. നമ്മുടെ സലാഡ് എന്താ? കൂടിപ്പോയാൽ ബീഫ് ഫ്രൈക്കകത്ത് കിട്ടുന്ന 2 കഷ്ണം ഉള്ളി. ഇതാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ സാലഡ്. അതിൽ നിന്നാണ് ഇത് ഡെവലപ്പായത്. അപ്പം നമ്മുടെ കൾച്ചറിൽ ഇതില്ല. നമ്മുടെ വീട്ടിലൊരിക്കലും സാലഡ് ഉണ്ടാക്കുന്ന ഒരു ശീലം ഉണ്ടായിട്ടില്ല. ഡയറക്റ്റ് മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് കേരളത്തിലുള്ളത്. അത് ഭയങ്കര ഡേഞ്ചറാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പം നമ്മുടെ ഭക്ഷണ രീതി അത് തിരിച്ചു മാറുകയും സാലഡുകൾ ആദ്യം വരികയും വീട്ടിലൊക്കെ സലാഡുകളൊക്കെ ഉണ്ടാക്കി. പക്ഷേ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് മിഡിൽ ഈസ്റ്റിന് വലിയൊരു ഘടകമാണ്. അവരാണിത് കുറച്ചുകൂടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അവൈലബിലിറ്റിയാണ്. പക്ഷേ നമ്മൾ ഇത്രയും വലിയ ലക്ഷറി ലെറ്റ്യൂസ് വേണമെന്നോ അല്ലെങ്കിൽ ചെറി ടൊമാറ്റോസ് വേണമെന്നോ അല്ലെങ്കിൽ പലതരം ആലപ്പിനയോ അല്ലെങ്കിൽ അങ്ങനെ പല സാധനങ്ങളൊക്കെ ഉള്ള സാലഡുകളുണ്ടാവും. നമുക്ക് നാട്ടിൽ കിട്ടുന്ന ലഭ്യമായ പല സാധനങ്ങളും വെച്ച് നല്ല സുന്ദരമായ സാലഡുകൾ ഉണ്ടാക്കാം. പേരക്ക സീസണാണെങ്കിൽ പേരക്ക വെച്ചുണ്ടാക്കാം, മാങ്ങ വെച്ചുണ്ടാക്കാം, ചക്ക വെച്ചുണ്ടാക്കാം, പലതരം ഇലവർഗ്ഗങ്ങൾ വെച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുക്കുംബറൊക്കെ ലഭ്യമാണ്. പക്ഷേ അതിനോടൊരു താല്പര്യം ചെറുപ്പത്തിലേ നമുക്ക് തരാത്തതുകൊണ്ട് നമ്മളും അത് കഴിക്കാൻ വിമുഖതയാണ്. ഇപ്പോൾ അത് എന്താണ് നിങ്ങൾക്ക് അസുഖമുണ്ട്, ഡോക്ടർ ഒരു ഡയറ്റ് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ഫൈബർ കഴിക്കണം, അതുകൊണ്ട് 1 കിലോ കുക്കുംബർ കഴിക്കണമെന്ന് പറഞ്ഞ് കഴിക്കുകയാണ്. മനസ്സോടെ കഴിച്ചാൽ തൃപ്തി ഉണ്ടാവില്ല. ബട്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കോഴ്സായിട്ട് ഒരു വീട്ടിലൊരു സാലഡ് കഴിച്ചാൽ അതിൻ്റെ ഒരു പകുതി സ്റ്റൊമക്ക് ഫില്ലാണ്. അതിന് ശേഷം എടുക്കുന്ന ഒരു കാർബ് അല്ലെങ്കിൽ അതിന് ശേഷം ഒരു കൺട്രോൾ ഡേ 1 മുതലുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പോഴേ നമ്മളെയൊക്കെ പ്രമേഹ രോഗികളാവാൻ വേണ്ടി വളർത്തിയെടുത്തൊരു കാര്യമാണ്. പണ്ട് ഇത് ആവാണ്ട് പോയത് അവർ നല്ല രീതിയിൽ പണിയെടുക്കും, നല്ല രീതിയിൽ ജോലി എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ആ ഭക്ഷണം ദഹിച്ച് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങളോ ഒക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് മേലനങ്ങാത്ത രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസം നേടി അതിനനുസരിച്ചുള്ള തൊഴിൽ
നേടി, അതിനനുസരിച്ചുള്ള പേർക്സ്, ബെനിഫിറ്റും ജീവിത രീതികളും കിട്ടി. പക്ഷേ അതനുസരിച്ചിട്ട് നമ്മുടെ ഭക്ഷണ രീതി മാറാത്ത കാരണമുള്ള പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇലക്കറികൾ, പച്ചക്കറികൾ അല്ലെങ്കിൽ സാലഡുകൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്നേ പറ്റൂ. അത് തീർച്ചയായിട്ടും അത് വീടുകളിൽ തുടങ്ങണം. കാരണം അതാണ് നമ്മുടെ നാട്ടിലൊരു ബൊഫേ. കല്യാണത്തിന് 30 ഐറ്റം ഉണ്ടെങ്കിലും ഒരാൾ തൊടില്ല, ഒരു സൂപ്പ് കുടിക്കാൻ പോവില്ല. ഒരു സാലഡും ഒരു 5 സലാഡുണ്ട്, സൂപ്പ് കൊടുക്കില്ല. ഏറ്റവും ആദ്യത്തെ കണ്ണ് വേസ്റ്റ് ആയിട്ടാണ്. എവിടെയാണ് ബിരിയാണി, എവിടെയാണ് കോഴി പൊരിച്ചത്, എവിടെയാണ് ബീഫ്, എവിടെയാണ് പൊറോട്ട എന്നാണ് ആദ്യത്തെ ഒരു നോട്ടം. അത് നോക്കി ആ ഭാഗത്തേക്ക് ആദ്യം എത്തുക, അത് ഒരു പ്ലേറ്റിൽ കുറേ എടുക്കുക, കഴിക്കുക. എന്നിട്ട് ഇങ്ങനെ പോകുന്ന ശീലങ്ങൾ ഇനി മാറണം. ആദ്യം ഒരു ബൊഫേ വന്നാൽ എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഒരു 30 ഐറ്റം ഉണ്ടെങ്കിൽ അതൊരു ബാലൻസ് ചെയ്തിട്ട് ഒരു ഷെഫ് ക്രിയേറ്റ് ചെയ്ത മെനു ആണ്. ദർ വിൽ ബി സ്റ്റാർട്ടേഴ്സ്, ദർ വിൽ ബി സൂപ്പ്, അത് കഴിഞ്ഞ് ഫസ്റ്റ് സാലഡും സൂപ്പും കഴിഞ്ഞിട്ട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. ദെൻ മെയിൻ കോഴ്സിൽ മൾട്ടിപ്പിൾ കോഴ്സായിട്ട് കഴിക്കുക. അവിടെ ഒരു ചിക്കൻ കറിയും ബ്രെഡും ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റൂവും അപ്പവുമാണ് ആദ്യത്തെ, അല്ലെങ്കിൽ ഫിഷ് മോളിയും ഇടിയപ്പവും ആണെങ്കിൽ അതൊരു ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ട് നിങ്ങൾ വേറൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് റൗണ്ടിലാണ് റൈസ് ആയിട്ട് എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഡെസേർട്ടുകളൊക്കെ എടുത്ത് അതൊരു ഒരു മനുഷ്യന് കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ ഒരു കാലറി അനുസരിച്ചിട്ട് കഴിക്കുന്നതിന് പകരം ആദ്യത്തെ അതെല്ലാം ഒഴിവാക്കി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബിരിയാണിയെ കഴിക്കാം എന്നും പറഞ്ഞ് പ്ലേറ്റിൽ ബിരിയാണി എടുത്ത് കഴിക്കുന്ന രീതിയൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചു.